വീക്കിലി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. ഇന്ന് ജൂൺ മാസം 13 വെള്ളിയാഴ്ച 89ാമത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ ദിവസം നാം അറിഞ്ഞ അതിദാരുണമായിരിക്കുന്ന വാർത്തയിൽ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ 240-ലധികം യാത്രക്കാരുമായി ഉണ്ടായിരുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം താഴേക്ക് നിലം പതിച്ച് ഒരു യാത്രക്കാരൻ ഒഴികെയുള്ള മുഴുവൻ യാത്രക്കാരും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ഈ ഭൂലോകത്ത് നിന്ന് മാറ്റപ്പെട്ട വിവരം അതിവേദനയോടും സങ്കടത്തോടും കൂടിയാണല്ലോ നാം എല്ലാവരും ശ്രമിച്ചത്. മരണപ്പെട്ടവരിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിയായ ഒരു മലയാളി നേഴ്സും ഉണ്ടെന്നുള്ള വിവരവും നാം അറിയുന്നു. ഈ കുടുംബാംഗങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ നാം പങ്കുചേരുന്നു. ദൈവം അവരെല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുവാൻ നമുക്ക് അർഹതയില്ലാത്തത് കൊണ്ട് എല്ലാറ്റിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെയൊക്കെ ദുഃഖത്തിന് ആശ്വാസമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കും. സെലിബ്രേഷൻ ചർച്ചിന്റെ ICAG സഭയുടെ ആനുവൽ കൺവെൻഷൻ ജൂൺ മാസം 13 മുതൽ 15 വരെ, അതായത് ഇന്ന് വൈകിട്ടും നാളെ ശനിയാഴ്ചയും ഞായറാഴ്ചയും ICAG ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, ലീഡ് പാസ്റ്റർ സാംസൺ സാബു എന്നിവർ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചേരുന്ന പാസ്റ്റർ MA വർഗീസ് മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ഷിക്കാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള സൂം മീറ്റിംഗ് നാളെ ശനിയാഴ്ച പകൽ 10 മണിക്ക് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായിരിക്കുന്ന സിസ്റ്റർ മോളി എബ്രഹാം, സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ സൂം മീറ്റിംഗിൽ നിൻസി ജോർജ്, സിസ്റ്റർ ക്രിസ്റ്റൽ മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കും. FECCയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ച നടക്കുന്ന മാസയോഗം അടുത്ത ശനിയാഴ്ച ജൂൺ മാസം 21 ശനിയാഴ്ച വൈകിട്ട് 6:30 മണിക്ക് എബനെസർ പെന്തക്കോസ്റ്റൽ ചർച്ചിൽ വെച്ച് നടക്കുമെന്ന് FECC ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് എല്ലാ ദൈവദാസന്മാരും വിശ്വാസികളും വന്ന് പങ്കെടുക്കണമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോൺ ഡി കുര്യനും അറിയിക്കുന്നു. 40ാമത് PC നാക്കിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാ മാസവും നടത്തപ്പെടുന്ന അനുഗ്രഹ പ്രാർത്ഥന കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ചിക്കാഗോ സമയം 7 മണി മുതൽ 8 മണി വരെ നടന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ MA ജോൺ ദൈവവചനം സംസാരിച്ചു. പാസ്റ്റർ ബാബു കുമ്പഴ യോഗ നടപടികൾക്ക് നേതൃത്വം നൽകി. അടുത്ത സമ്മേളനം ജൂലൈ മാസം 8 ചൊവ്വാഴ്ച നടത്തപ്പെടുന്നതാണ്. ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട VBS ഈ ആഴ്ചയിൽ നടന്നു. കഴിഞ്ഞ 10 ആരംഭിച്ച VBS 13 അതായത് ഇന്നത്തെ സമാപന സമ്മേളനത്തോടുകൂടെ സമാപിച്ചു. CCFന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തപ്പെടുന്ന യൂത്ത് ക്യാമ്പ് ജൂൺ മാസം 26 മുതൽ 29 വരെ നടത്തപ്പെടുന്നു. ലേക്ക് വില്യംസൺ കോൺഫറൻസ് സെന്ററിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ജൂൺ മാസം 26 മുതൽ 29 വരെ. ഇനിയും ചില രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്ന് CCFന്റെ പ്രവർത്തകർ അറിയിക്കുന്നു. നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇന്ന് തന്നെ CCFന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഡോക്ടർ ബിജു ചെറിയാൻ ആണ് അതിന്റെ ചുമതല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കണമെന്ന് വിനീതമായിട്ട് CCFന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. IPC സൗത്ത് ഈസ്റ്റ് റീജിയൻ സിൽവർ ജൂബിലി കൺവെൻഷൻ ജൂലൈ മാസം 3 മുതൽ 6 വരെ ഒർലാൻഡോയിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ വത്സൻ എബ്രഹാം, പാസ്റ്റർ ഡേവിഡ് സ്റ്റുവാർട്ട്, ഡോക്ടർ തോംസൺ K മാത്യു എന്നിവർ മുഖ്യ പ്രഭാഷകരായിരിക്കും. IPC സൗത്ത് ഈസ്റ്റ് റീജിയന് വേണ്ടി റീജിയന്റെ ഭാരവാഹികൾ പാസ്റ്റർ KC ജോൺ പ്രസിഡന്റ്, പാസ്റ്റർ AC ഉമ്മൻ വൈസ് പ്രസിഡന്റ്, പാസ്റ്റർ റോയി വാകത്താനം സെക്രട്ടറി, ബ്രദർ നിബു ജോയിന്റ് സെക്രട്ടറി എന്നിവർ പ്രവർത്തിക്കുന്നു. IPC സൗത്ത് ഈസ്റ്റ് റീജിയന്റെ സിൽവർ ജൂബിലി കൺവെൻഷന് ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. റിവൈവ് ഹ്യൂസ്റ്റൺ സമാപിച്ചു. ഈസ്റ്റർ മുതൽ പെന്തക്കോസ്റ്റ് സൺഡേ വരെ 50 ദിവസം നീണ്ടുനിന്ന തീവ്ര സുവിശേഷീകരണ പരിപാടി ഹൂസ്റ്റന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു. അതിന്റെ സമാപന സമ്മേളനം കഴിഞ്ഞ ശനിയാഴ്ച ഹൂസ്റ്ററിൽ വെച്ച് നടക്കുകയുണ്ടായി. സൈൻ ബോർഡ് ഇവാഞ്ചലിസം, മാർക്കറ്റ് ഓപ്പൺ എയർ ഇവാഞ്ചലിസം, ഭവന സന്ദർശനങ്ങൾ, അങ്ങനെ നിരവധി മാധ്യമങ്ങളിലൂടെ ക്രമീകരണങ്ങളിലൂടെ ഏകദേശം 50,000-ലധികം ഭവനങ്ങളിൽ ദൈവവചനം എത്തിക്കുന്നതിനും ആയിരക്കണക്കിന് അല്ലെങ്കിൽ അതിലുപരിയായിരിക്കുന്ന ജനങ്ങളുടെ അരികിലേക്ക് ദൈവത്തിന്റെ വചനം വിവിധ രീതിയിൽ എത്തിക്കുന്നതിനും റിവൈവ്
ഹൂസ്റ്റൺ മൂലം ഇടയായതായി അതിൻ്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടുത്തെ പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോൺ കുര്യൻ ഈ സമ്മേളനത്തിന് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും നേതൃത്വം കൊടുത്തു. തുടർന്ന് അവരുടെ പ്രവർത്തനങ്ങൾ മറ്റ് സിറ്റികളിലേക്കും വ്യാപരിപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നതായി പറയുന്നു. ദൈവം അവരുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഫാമിലി കോൺഫറൻസിൻ്റെ ടൈം ടേബിൾ ഞങ്ങൾ അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഫാമിലി കോൺഫറൻസ് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. ജൂലൈ മാസം 3 മുതൽ 6 വരെ ഡാളസിൽ വെച്ച് നടക്കുന്നതായി കോൺഫറൻസ് സെക്രട്ടറി ബ്രദർ ജെയിംസ് ഉമ്മൻ അറിയിക്കുന്നു. രജിസ്റ്റർ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും അതിനുള്ള അവസരമുണ്ടെന്നും ഭാരവാഹികൾ അറിയിക്കുന്നു. 28ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 10 മുതൽ 13 വരെ ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. IPC നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 17 മുതൽ 20 വരെ കാനഡയിൽ എഡ്മണ്ടിൽ വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 24 മുതൽ 27 വരെ ടൊറന്റോയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ ഫാമിലി കോൺഫറൻസുകളുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം എല്ലാ ഫാമിലി കോൺഫറൻസുകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം 2026 ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന 40ാമത് പിസീന കോൺഫറൻസിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് സെലിബ്രേഷൻ ചർച്ചിൽ വെച്ച് നടക്കുന്ന ആനുവൽ കൺവെൻഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും അതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് വിവിധ സഭകളുടെ ആനുവൽ കൺവെൻഷനുകൾ, മറ്റ് VBSകൾ എല്ലാം നടക്കുന്ന സമയങ്ങളാണ്.